ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും ISIയും ചേർന്ന് ഗൂഢാലോചന നടത്തിയതായി NIA. മാർക്കറ്റുകളിലും പൊതു ഇടങ്ങളിലും സ്ഫോടനം നടത്തി ജനങ്ങളെ ഭയപ്പെടുത്തുവാനും സൈനിക വാഹനങ്ങൾ ആക്രമിക്കാനും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. കശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും ഇവർ ആഹ്വാനം ചെയ്തതായി NIA കണ്ടെത്തൽ. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, വിശദാംശങ്ങൾ. ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനായി പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും വലിയ രീതിയിലുള്ള ആസൂത്രണം നടത്തിയത് നടപ്പാക്കാനുള്ള ശ്രമമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി ജമ്മു കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട് ഒരു പാക് പൗരൻ ഉൾപ്പെടെ 3 പേർക്കെതിരെയുള്ള കുറ്റപത്രത്തിലാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് ചാരസംഘടനയായിട്ടുള്ള ISIയും പാക് കേന്ദ്രീകൃത ഭീകര സംഘടന ലഷ്കർ-ഇ-തോയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളും ചേർന്നുകൊണ്ട് ഈ പൊതു ഇടങ്ങളിൽ, മാർക്കറ്റുകളും മറ്റ് ജനങ്ങൾ കൂടുന്ന പൊതു ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ ഭയപ്പെടുത്താനും നിലവിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനും പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചു. ഒപ്പം സൈനിക വാഹനത്തിന് നേരിട്ട് ഈ ഓപ്പറേഷനോ അല്ലെങ്കിൽ സൈനികർക്ക് നേരെ അക്രമം നടത്തുമ്പോൾ അത് സൈനിക വാഹനങ്ങൾ പോകുമ്പോൾ ആ വാഹനങ്ങൾക്ക് നേരെ അക്രമം നടത്താനുള്ള പ്രത്യേക ഗൂഢാലോചന ഈ ഭീകര സംഘടനകൾ നടത്തി എന്നുള്ളതാണ് NIA ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, പൂഞ്ച് സെക്ടറിൽ സൈനിക വാഹനത്തിന് നേരെ നടന്നിട്ടുള്ള ഭീകരാക്രമണം, ആ ഭീകരാക്രമണത്തിൽ രാജ്യത്തിന് 4 സൈനികരെ നഷ്ടമായിരുന്നു. ഒപ്പം മാർക്കറ്റുകളിൽ, ചെറിയ പൊതു ഇടങ്ങളിലുമെല്ലാം തന്നെ നടന്നിട്ടുള്ള വെടിവെപ്പും ചെറിയ സ്ഫോടനങ്ങളും എല്ലാം തന്നെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ജമ്മു കാശ്മീരിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കിക്കൊണ്ട് സമാധാന അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കശ്മീർ ഒരു പുതിയ പാതയിലേക്ക് നടന്നു കയറുകയാണ്. അതുകൊണ്ട് തന്നെ വിഘടനവാദ പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് ഭീകരവാദ സംഘടനകളിലേക്ക് പഴയ പോലെ യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല എന്നുള്ളത് റിപ്പോർട്ടുകൾ സഹിതം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ജമ്മു കാശ്മീരിൽ ഭീകരവാദികൾക്കുള്ള പിടിവള്ളി നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ പുതിയ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് കശ്മീരിൻ്റെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ട് അവിടെ ജനങ്ങൾക്കിടയിൽ ഒരു ഭയപ്പെടുത്തൽ സൃഷ്ടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ വരെ അട്ടിമറിക്കാനുള്ള ഒരു ഗൂഢാലോചന ഇപ്പോൾ ഭീകര സംഘടനകൾ നടത്തിയിട്ടുള്ളത്. ഈ കുറ്റപത്രം പരിശോധിക്കുമ്പോൾ പാകിസ്ഥാൻ പൗരനായിട്ടുള്ള ഈ ഒരാൾക്കെതിരെ, അതായത് പാകിസ്ഥാൻ പൗരനായിട്ടുള്ള ഹബീബുള്ള മാലിക്, ഒപ്പം ജമ്മു കാശ്മീർ സ്വദേശികളായിട്ടുള്ള സാജിദ് ജട്ട്, അലി സാജിദ്, ഈ 3 പേർക്കെതിരെ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ NIA ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ജമ്മു കാശ്മീരിൽ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റിയിട്ടുള്ള പ്രദേശത്ത് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ട് അവിടെ സമാധാന അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിനും ഭാരതത്തിലെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ ജമ്മു കാശ്മീരെയും മാറ്റുന്നതിനുമുള്ള വളരെ വലിയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുൻപോട്ട് പോകുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാക് അധീന ജമ്മു കാശ്മീരിലും സീറ്റുകൾ, പഴയതുപോലെ തന്നെ പാക് അധീന ജമ്മു കാശ്മീരിലും നിയമസഭാ സീറ്റുകൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എന്നുള്ളത് ഈ പാർലമെന്റ് സെഷനിൽ, ശൈത്യകാല സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ആ സമയം മുതൽ തന്നെ കശ്മീരിനുള്ളിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭയപ്പെടുത്തലും അസ്വാരസ്യങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഭീകരവാദ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായി ISIയും ലഷ്കർ-ഇ-തോയ്ബയും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നുള്ള കാര്യമാണ് അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിലൂടെ കോടതിക്ക് മുൻപിൽ ധരിപ്പിച്ചിട്ടുള്ളത്. അനു, ശരി. ജമ്മുകാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും ISIയും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് NIAയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പൊതു ഇടങ്ങളിലടക്കം സ്ഫോടനം നടത്തി ജനങ്ങളെ ഭയപ്പെടുത്തുവാനും സൈനിക വാഹനങ്ങൾ അടക്കമുള്ളവ ആക്രമിക്കാനും പ്രത്യേക സംഘങ്ങളെ ഇവർ നിയോഗിച്ചതായും NIA പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.